ഹലോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ലാപ്പ് ഒരു പണി വന്നിട്ടോ. അപ്പൊ അതുകൊണ്ട് നേരെ സർവീസ് സെന്ററിൽ പോയി സർവീസിന് കൊടുത്ത്. അപ്പൊ അവിടെ ഇരുന്ന സമയങ്ങളുണ്ടല്ലോ വെച്ച് നമ്മുടെ കോഴിക്കോട് സ്റ്റേഡിയത്തിനടിയിലുള്ള പെറ്റ് ഷോപ്പിലൊക്കെ ഒന്ന് വെറുതെ കേറി ഇറങ്ങാന്ന് കരുതിട്ടോ. വെറുതെ ചുമ്മാ സമയം പോകാൻ വേണ്ടിയിട്ട്. അടുത്ത ഞാൻ പോകുന്ന ഷോപ്പ് കാലിക്കറ്റ് പെറ്റ് ലവേഴ്സിനും അക്വേറിയം ഹോബിസ്റ്റേക്കും ഒന്നും അറിയാതിരിക്കലോട്ടോ. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അറിയുന്നവരെ എന്തായാലും താഴത്ത് കമന്റ് ചെയ്യുക. അങ്ങനെ അവിടുത്തെ എല്ലാ ഫിഷിന്റെ കളക്ഷനും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ കണ്ണ് കിട്ടിയത്. ഇവന്റെ കുട്ടികൾ അവിടെ അവൈലബിൾ ആട്ടോ. അപ്പൊ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ അടുത്ത പ്രാവശ്യത്തെ ഏതെങ്കിലും ഒരു തവണ വാങ്ങാന്ന് വെച്ചിട്ട് മാറ്റി നിർത്തി. അങ്ങനെ ഫൈറ്റേഴ്സിന്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് ഒരുത്തനെ എടുത്ത് അങ്ങ് പൊക്കി. ഇവനാണെങ്കിൽ ഒടുക്കത്തെ മൊഞ്ച്. ഇവനെ അടുത്തേച്ച് പോരാനും തോന്നില്ല. അതല്ലേലും അങ്ങനെയാണല്ലോ. പെറ്റ് ഷോപ്പ് പോയി നമ്മളൊന്നും വാങ്ങാതെ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഓന് വേണ്ടിയിട്ട് ഒരു പാക്ക് ഫുഡും വാങ്ങി. ഈ ഫുഡ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടോ. അപ്പോൾ അവന്റെ കണ്ടന്റ് ഒക്കെ നോക്കിയ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കണ്ടന്റുകളാണ്. അപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഈ ഫുഡും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകാന്ന് വെച്ച്. അതിന്റെ മുന്നേ നമ്മളെ ഡിസ്കസ് കുട്ടന്മാരെ ലൈറ്റ് അടിച്ചു പോയി. അപ്പോൾ നേരെ ഓഫ് ഡേ പോയിട്ട് ഒരു ലൈറ്റും മേടിച്ച് ആ ലൈറ്റ് ഇവന്മാർക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്ത്. എന്താ അറിയില്ല, മൊത്തത്തിൽ പണിയാട്ടോ. ലാപ്പും ലൈറ്റും ഒക്കെ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ലൈറ്റ് ഇട്ട സമയത്ത് അടിപൊളി മൊത്തത്തില് കളറായിട്ടുണ്ട്. ഇന്ന് ഇവന്മാരെ വാട്ടർ ചേഞ്ച് ആട്ടോ. അങ്ങനെ ലൈറ്റ് ഇട്ട സമയത്ത് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എത്രയും കളറിലാണ് അവന്മാരെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫൈറ്റർ കുട്ടനെ ആ ചെറിയ ഫൈബർ ടാങ്കിലേക്കാണ് ഇട്ടത്. അങ്ങനെ കുറച്ച് നേരം കവറോടെ ഇട്ടിട്ട് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ആക്കിയതിനു ശേഷം അവനെ നമ്മൾ പതിയെ തുറന്ന് ഇട്ടിട്ട് ആള് കുഴപ്പമൊന്നുമില്ല. ആൾ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. പിന്നെ അതിൽ 2 പാണ്ടാലോറികളുണ്ട്. അവന്മാരെ പിന്നാലെയാണ് ഓടി കളിക്കുന്നത്. അവന്മാരെ പിടിച്ച് മെല്ലെ ഞാൻ ഡിസ്കസിന് കൂടെ ഇട്ടിട്ടോ. ഇതൊരു ഒന്നൊന്നര വ്യൂ കേട്ടോ. എൻ്റെ റൂമിൽ നിന്ന് നേരെ താഴേക്ക് നോക്കി കാണുന്നത് നമ്മുടെ അരോണയുടെ ടാങ്കാണ് കേട്ടോ. ഇവനിങ്ങനെ നീന്തി കളിക്കുന്നത് മുകളിൽ നിന്ന് കാണാൻ ഒടുക്കത്തെ ലുക്കാട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.